Audience. ചായ വേണോ? കുറെ നേരം ആയല്ലോ ചായ പറഞ്ഞിട്ട്. ക്ലീറ്റോ, ഇപ്രാവശ്യത്തെ ഇലക്ഷനൊക്കെ എങ്ങനെ പോന്നു? ഏതാണ്ട് നിങ്ങളുടെ ചായയുടെ അവസ്ഥ തന്നെ. മധുരവും ഇല്ല, കടുപ്പവും ഇല്ല, പാലും ഇല്ല. പിന്നെ നിവർത്തികൾ കൊണ്ട് കുടിച്ചല്ലേ പറ്റൂ നമുക്ക്. പിന്നെ കേന്ദ്രത്തിലൊരു ഭരണം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഘടകകക്ഷികളെ ഇങ്ങനെ പിന്തുണച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളില്ലാതെ ഒരു പിണ്ണാക്കും ഇവിടെ നടക്കൂല. അതെ, എല്ലാവരുടെ അറിവിലും കൂടെ പറയാ, സാധനങ്ങളുടെ വിലയൊക്കെ അങ്ങ് കൂടും. ഈ വിലയ്ക്ക് ഇനി ചായയും കടിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വില കൂട്ടിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ കൂട്ടിക്കോ, പക്ഷെ ഞങ്ങൾ തരുന്നതേ തരുള്ളൂ കേട്ടോ. ഈ DDT പ്രസ്ഥാനവും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞുണ്ടല്ലോ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു കൈത്താങ്ങായി എന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെന്ന് പിഴിയാൻ നോക്കണ്ട നായർ. ബോർഡൊക്കെ തൂക്കിക്കോ, തരണവരെന്ന് വാങ്ങിച്ചോ, ഞങ്ങൾ തന്നോണ്ടിരിക്കണ പൈസയെ തരുള്ളൂ കേട്ടോ. എന്റെ നായരേട്ടാ, DDT പാർട്ടിയില്ലേ പ്രവർത്തിയേ ഉള്ളൂ, പറച്ചിലില്ല. മനസ്സിലായ? അത് ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. പൈസ കൂട്ടാൻ പോകുന്നു നമ്മുടെ അടുത്ത്. സാറേ, അപ്പുക്കുട്ട സാറിന് വണ്ടി. അപ്പുക്കുട്ട സാറ് സാറെന്താണത് ഈ വഴിക്ക്? സാറെന്താണ് ഒരു അറിയിപ്പില്ലാതെ ഇത് വഴിക്ക്? എനിക്കിവിടെ അടുത്തൊരു ആവശ്യത്തിന് വേണ്ടി വരേണ്ടി വന്നു. അപ്പം നിങ്ങളെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെ, എനിക്കൊരു ഗൗരവമായ കാര്യം സംസാരിക്കാനുണ്ട്. സാറേ, നമുക്ക് പാർട്ടി ഓഫീസിലോട്ട് ഇരിക്കാം. പിന്നെന്താ? ചായ പറയട്ടെ? ചായ അങ്ങോട്ട് വരുത്തിക്കും. പുരുഷു, സാറിന് ചായ അങ്ങോട്ട് എടുത്തു. സാറേ, നമുക്ക് ഇവിടെ ഇച്ചിരി ഒന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാറുണ്ട് സാർ. ക്ലീറ്റോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ പാർട്ടിയുടെ അടിയന്തര യോഗം അങ്ങ് ഡൽഹി നടക്കുന്നുണ്ട്. ഡിസ്ട്രിക്റ്റിലെയും സ്റ്റേറ്റിലെയും എല്ലാ നേതാക്കന്മാരെയും അവർ വിളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പ്രാവശ്യം ഒരു 5 മന്ത്രിമാരെങ്കിലും നമ്മളെ കൂടെ കാണും. അതിലൊരു മന്ത്രിയുടെ PA ആക്കാനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. എന്താ ക്ലീറ്റസേ, താൻ കൂടി പോരുന്നോ? സാറേ, എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ഭാഗ്യമല്ലേ സാറേ. ദേശീയ നേതാക്കളുടെ കൂടെയൊക്കെ ഇടപഴകുക എന്നൊക്കെ പറയണത് എൻ്റെ ഒരു സ്വപ്നമാണ്. എനിക്ക് സന്തോഷമുള്ളൂ സാറേ. സാറേ ചായ എന്തൊക്കെയുണ്ട് സാറേ? പരിപ്പുടയുണ്ട്, ബോണ്ടയുണ്ട്, കേക്കുണ്ട്. അതല്ലടോ, തൻ്റെ കാര്യമാ. സുഖം സാറേ. എന്നാ അവിടെ ഇരിക്കും. എടോ ക്ലീറ്റസേ, ഞാൻ നോക്കിയിട്ട് തൻ്റെ തലവരെ ഇതോടുകൂടി മാറും. തൻ്റെ തട്ട ഇവിടെ അല്ലടോ, അങ്ങ് ഡൽഹിയിലാ. അതെ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാർ. മാത്രമല്ല, എൻ്റെ ഭാര്യ തങ്ക ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഈ നാട്ടിന് പറ്റിയ ആളല്ല, അങ്ങ് ഡൽഹിക്കൊക്കെ പറ്റിയ ആളാണ്. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നാട്ടിൽ നമ്മുടെ പാർട്ടി വളർത്തുക എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അത് ഈ അൻസാറിനും നട്ടായനും പുരുഷനൊക്കെ അറിയാം സാർ. സത്യം സാറേ, സ്വന്തം മക്കളെ നോക്കുന്നതിന് കാര്യത്തിലാണ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അത് താൻ പറഞ്ഞിട്ടാണോ? എനിക്കറിയാടോ. എന്തായാലും ക്ലീറ്റസേ, ഒരു 10 ദിവസം ഇവിടുന്ന് മാറി നിൽക്കല്ലേ, ഒരു 10-12,000 രൂപ കൈ കരുതിക്കും. ഇത് വേറെ ആർക്കും കൊടുക്കാനല്ലടോ, തൻ്റെ വട്ടച്ചെലവിനുള്ളതാ. പിന്നെ നമ്മുടെ ആക്രാന്തിജിയൊക്കെ ഇല്ലേ നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാരില്ലേ, അവരൊക്കെ നമ്മൾ ഈ ചർച്ചക്കിടയിലെ ചായ കുടിക്കണമെന്ന് തോന്നും, അവരെ കൊണ്ട് കൊടുപ്പിക്കാൻ പറ്റുമോ? താനല്ലേ കൊടുക്കേണ്ടത്. കൊടുക്കാം സാർ. പക്ഷെ എന്നാലും ഈ 12,000 രൂപ. എടോ, ഈ പദവിക്ക് വേണ്ടി ഇവിടെ ലക്ഷങ്ങൾ ചെലവാക്കാൻ ആളുണ്ട്. അപ്പോഴാണ് തൻ്റെ ഈ 12,000 രൂപ. ഇല്ല സാറേ, ഞാനത് കരുതിക്കോളാം, ഞാൻ അറേഞ്ച് ചെയ്യാം. ഗോൾഡൻ ചാൻസ് ആണ്, കളയരുത്. എങ്കിലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായിക്കോട്ടെ. കാശ് റെഡിയാക്കി വെക്ക്, നമുക്ക് 7-ാം തീയതി പോകണം, അറിയാലോ സാർ. പിന്നെ സാറേ, ക്ലീറ്റോയെ ഞാൻ ഡൽഹിക്കും കൊണ്ടുപോയാണ്. സാർ.
ക്ലീറ്റോയുടെ അഭാവത്തിൽ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം, മനസ്സിലായല്ലോ? ഞാൻ നോക്കിക്കോളാം സാർ. ആ എന്നാ ശരി, പിന്നെ കാണാം. സർ ചായ കുടിക്കാം. സാറേ നമ്മുടെ നായരേട്ടൻ്റെ കടയിൽ നിന്ന് ചൂട് പരിപ്പിടുണ്ട്, മേടിക്കട്ടെ? പരിപ്പൂടെയൊക്കെ താനൊന്ന് ഡൽഹിയിലെ നേതാക്കന്മാർക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി. എന്നാ എല്ലാവരോടും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡൽഹിക്ക് പോയിട്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരാറുണ്ടല്ലോ. എടി ഇത് അതുപോലല്ല. ഈ മീറ്റിങ്ങിൽ മിക്കവാറും നമ്മുടെ പാർട്ടിയിൽ നിന്ന് എത്ര മന്ത്രി, ഒരു 4-5 മന്ത്രിമാർ നമ്മുടെ പാർട്ടിയിൽ നിന്ന് എന്തായാലും ഉണ്ടാവും. അതില് ഒരു മന്ത്രി ക്ലീറ്റ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കർത്താവനാണ് നീ, അവന്റെ നെഗറ്റീവിന്റെ അവന്റെ അതേ ഇത് തന്നെ നിനക്കും കിട്ടിയേക്കണം. എന്തായാലും പറഞ്ഞ ചൊറിഞ്ഞ എന്നെ നാശമായി. ചൊറിഞ്ഞാവണല്ല, അവനെ കുറ്റം പറയേണ്ട, അവന്റെ പെങ്ങളാണ് ഞാൻ, എനിക്ക് അവന്റെ സ്വഭാവം ഉണ്ടാവുള്ളൂ. തന്നെ അയ്യോ എന്നാൽ ഇങ്ങനെ ഒരു കുളിത്തിരുമ്പ് സ്വഭാവം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെയോ മന്ത്രിമാരാവാൻ പോണെന്ന് പറഞ്ഞാൽ നിങ്ങളാ ഈ പാർട്ടി മന്ത്രിയാക്കുവോ? എന്നെ മന്ത്രിയാക്കണ്ട, മന്ത്രിയുടെ പി ആക്കാലോ. പ്യൂണ എന്ന് പറഞ്ഞാൽ എന്താ പിയൂണ? എന്താ ചായയും വെള്ളമൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആള്. ആളോസുണ്ട് അതിന്റെ പി എന്ന് പറയാൻ എന്താണ്? പേഴ്സണൽ അസിസ്റ്റന്റ്, PA. എന്നുവെച്ചാ അതായത് ഈ മന്ത്രിമാര് എങ്ങോട്ട് പോകണം, രാവിലെ അവർ എവിടെയൊക്കെ പോകണം, എന്തൊക്കെയാണ് അവരുടെ പരിപാടികൾ, അവിടെ എന്ത് പ്രസംഗിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന പേഴ്സണൽ സ്റ്റാഫിലെ ഒരാളാവും ഞാൻ. അവിടെ ചർച്ചയിൽ എൻ്റെ പേര് വരും. അതുകൊണ്ട് എന്താ പ്രയോജനം അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്? അതുകൊണ്ട് തന്നെ നീ നോക്കിക്കോ, അതിൽ നിന്നൊരു 4-5 മന്ത്രിമാരുണ്ടാവുമല്ലോ. ഈ മന്ത്രിമാരെയൊക്കെ PA ആയിട്ട് ഞാൻ നിന്നൊരു ചാക്കിട്ട് എടുത്തിട്ട് ഇവരെയൊക്കെ ഉണ്ടല്ലോ, ഈ മന്ത്രിമാരെ എല്ലാം എൻ്റെ ചൊൽപ്പടിക്ക് നിർത്തും. ഞാൻ നിർത്തിയിട്ട് എനിക്ക് കേരളത്തിലൊരു കളി കളിക്കുന്നുണ്ട്. കുറേ മാരെയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് അറിയണം, കുറേ മാരെ അവിടെ നിർത്തി ഇങ്ങോട്ട് അറിയണം. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ പറഞ്ഞ സാധനമായ പൈസ വല്ലതും കിട്ടുമോ? പിന്നെ ചുമ്മാ വിചാരിച്ചത് അതല്ലേ ആദ്യം പറയട്ടെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ അറിയണ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും പൈസ എന്ത് കിട്ടും? ഒരു 15,000 ഒക്കെ കിട്ടുമോ? പേഴ്സണൽ സ്റ്റാഫിന് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് 15,000 രൂപ. ലക്ഷങ്ങളാണ്, ലക്ഷങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിയമനങ്ങൾ, മറ്റേ പിൻവാതിൽ നിയമനം, മുൻവാതിൽ നിയമനം, സൈഡിൽ കൂടെ കയറ്റി വിടണേനൊക്കെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വളരെ സ്നേഹത്തിൽ പറയാണ്, നോക്കിയിരുന്ന് നമുക്കൊരു ജീവിക്കാനുള്ള ഒരു വഴി കാണിച്ചു തന്നത് ദൈവം. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഒരു മന്ത്രിമാരെയും ചാക്കിടാനും നിൽക്കണ്ട, ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാനും നിൽക്കണ്ട, പിൻവാതിൽ നിയമനത്തിനൊന്നും നിൽക്കണ്ട. ആ കിട്ടിയ പൈസയും മേടിച്ച് നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ ക്ലീറ്റോ. അതൊന്ന് ചെയ്യാമോ? അതെല്ലാം ഓക്കെ, അതല്ല സംഭവം എല്ലാം അത് കൊള്ളാലോ. അതാണ് ലോട്ടറി എന്ന് പറഞ്ഞത്. എടി മാസം നല്ലൊരു തുക കയ്യിൽ വരും. ഞാൻ പറഞ്ഞില്ലേ, സൈഡിൽ നിന്ന് കൊണ്ടുവരുന്നത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കൂല, സ്നേഹത്തോടെ ആരെങ്കിലും തരണത് വാങ്ങിക്കാൻ മാത്രം മതി. അതൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരോടും ഇവിടെ കാണിക്കണ ഈ കസർത്തൊന്നും അവിടെ പോയി കാണിക്കരുത്. ഭാഷ പോലും അറിയില്ല, തല്ലിക്കൊന്നും ആരും കാണൂല. ഇവിടത്തെ പോലെ ദരിദ്രവാസികളല്ല. ഇവിടെ ഒരു കാര്യം നേടിക്കൊടുത്താൽ പിന്നെ നമ്മൾ അവൻ്റെ കാല് പിറകെ നടക്കണം, പട്ടി വാലാടി നടക്കണം. അവിടെ അതല്ല, അവർ അറിഞ്ഞുകൊണ്ട് ഇട്ടിട്ട് തന്നെ നേർച്ച പോലെ അങ്ങ് തരയാണ് നമ്മൾ. എന്തായാലും നന്നായി ക്ലീറ്റ. എന്നാ പോണേ? നിങ്ങൾ എന്നാ പോണേ? മിക്കവാറും അടുത്ത മാസം ഒരു 7-ാം തീയതിക്കകത്ത് പോകേണ്ടി വരും. ഓ ഈശ്വരൻ കാത്ത്, ഇനി കഷ്ടപ്പെടില്ലല്ലോ. അത് നീ പോവല്ലേ, പറയട്ടെ. എനിക്ക് പണിയുണ്ട് ക്ലീറ്റ. അല്ലേ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മൾ ഡൽഹിയിലോട്ട് പോവല്ലേ, അപ്പം വേറൊരു സ്ഥലത്തേക്കാണല്ലോ പോകണം, കുറച്ച് ദിവസം അവിടെ നിൽക്കണമല്ലോ. അപ്പം അപ്പൂട്ടൻ സാറ് പറഞ്ഞ് ചെലവിനായിട്ട് എന്തെങ്കിലും ചില്ലറ വട്ട ചെലവിന് കരുതിക്കോളാൻ പറഞ്ഞു. പിന്നെ വേണ്ടത് അപ്പുക്കുട്ടൻ സാറ് പറയണേ, ഇതിന് അന്യനാട്. അതെ അത് മേടിക്കണ്ട, ഒരു 2,000 രൂപ ഞാൻ പോക്കറ്റിൽ വെച്ച് തരാം. പോവാൻ നേരത്ത് 2,000 രൂപ വേണ്ടേ? അത്ര ഇത് എവിടെയാണ് പോണത്? ഡൽഹിയിലാണ്. 2,000 രൂപ ഒരു 12,000 രൂപയെങ്കിലും വേണം കുറഞ്ഞത്. എത്ര? 12,000 രൂപ. നിങ്ങൾ എന്താ ഡൽഹി വിലക്ക് മേടിക്കാൻ പോണാ? അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കുകയോ ഒരു ചായക്ക് 12,000 രൂപയോ? ചായയല്ല, ചായ കുടിക്കും. ചായ മാത്രമല്ല, അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി എന്തെങ്കിലും നമുക്ക് തണുപ്പാണ്, ഒരു ഉടുപ്പ് സ്വെറ്റർ മേടിക്കണം. അത് ഈ ചാലക്കകത്ത് പോയാൽ കിട്ടും. നമുക്ക് ചാലയിൽ ലോക്കൽ സാധനമൊന്നുമില്ല. അവിടെ പോയി എല്ലാ നേതാക്കന്മാരും അവരിട്ടേക്കണം അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ. പിന്നെ എന്തെങ്കിലും ഇച്ചിരി മസാല ദോശ കഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലവാക്കൂല. കയ്യിൽ കരുതലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ചിലവ് കയ്യിലുണ്ടെന്ന് കരുതിയാ മതി. അപ്പോ അതെങ്ങനെ നീ എന്തെങ്കിലും ക്ലീറ്റോ പറയണതൊക്കെ ശരിയാണ് ക്ലീറ്റോ, നമുക്കൊരു നല്ല കാര്യമൊക്കെയാണ് വരുന്നത്. അറിഞ്ഞൂടാ, പക്ഷെ എനിക്കറിയാം ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ലക്ഷങ്ങൾ ചിലവാക്കാൻ ആളുണ്ട്. ഇത് അപ്പുക്കുട്ടൻ സാറിന് എന്നോടുള്ള ഒരു ബന്ധം വെച്ചിട്ട് സാറ് പറഞ്ഞ ക്ലീറ്റോ നീ ഒരു ചില്ലറ കൈ ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ അപ്പുക്കുട്ടൻ സാറില്ലേ, അപ്പുക്കുട്ടൻ സാറിനോട് ഒരു 12,000 രൂപ ക്ലീറ്റോ മേടിക്കുക. എന്നിട്ട് ക്ലീറ്റോ മറ്റേ PA ആവുമ്പോൾ ശമ്പളം കിട്ടുമല്ലോ, അതങ്ങ് തിരിച്ചു കൊടുത്താൽ പോരെ? അതൊക്കെ നമുക്ക് നാണക്കേടാണ്. അതങ്ങ് ജോലി തരാമെന്ന് പറഞ്ഞാൽ ആളുടെ അടുത്ത് പൈസ കടം ചോദിക്കാന്ന് പറഞ്ഞാൽ അത് നാണക്കേടാന്നും വേണ്ട.
അതെ നീ വിചാരിച്ചാലും നടക്കും തങ്കം. എനിക്കറിയാം ക്ലീറ്റോ ഇത് തന്നെ പറയൂന്ന്. എൻ്റെ കയ്യിലില്ല. എൻ്റെ ലോക ബാങ്കാണ്. നീ സഹായിച്ചില്ലേ പിന്നെ ആരും. നമ്മുടെ ജീവിതം മാറി മറിയാൻ വേണ്ടിയാണ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ക്ലീറ്റോ എന്റെ പേഴ്സ് ഒക്കെ നോക്കിക്കോ, എന്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ ക്ലീറ്റോനെ തരാതിരിക്കോ? ക്ലീറ്റോ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് തങ്കം ആ പോരാ. ഇതാര്? ചിട്ടിയുടെ ഡേറ്റ് ഒക്കെ ആയോ? ചിട്ടിയുടെ ഡേറ്റ് ആയി, കഴിഞ്ഞ മാസത്തേം തന്നില്ല. അയ്യോ ഞാൻ മറന്നതല്ലേ, ഇല്ലാത്തതുകൊണ്ടല്ലേ. കഴിഞ്ഞ മാസത്തെ ചിട്ടിയുടെ ഒരു 5000 പെൻഡിങ് ഉണ്ട്, അതുണ്ട്. പിന്നെ അടുത്ത വീട്ടിലെ സിന്ധുവിന്റെ പൈസയുണ്ട്. മൊത്തം 15 ഉണ്ടോ? മൊത്തം 15 ഉണ്ട്. എണ്ണി നോക്ക്. എവിടെ പോവാ? ഉടുത്തൊരുങ്ങി ഇവിടെ പോകാനാ ഞാൻ ഇങ്ങോട്ട് വന്ന. ഷെടേ, പുതിയ മാല മേടിച്ചാ? ഓ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുതെ എന്റെ ഈ ആഭരണം കണ്ടൊന്നും ചോദിക്കല. പിന്നെ എപ്പോ വന്നാലും എന്റെ മാലയും കമ്പലുവാ നോക്കുന്നത്. പോടുന്നേ, നല്ല രസമുണ്ട്. പിന്നെ ശരി. അല്ല ഒരു കാര്യം, എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യല്ലേ. എന്തുറ്റി? ഒരു 5000 രൂപ എനിക്ക് കടം തരുമോ? ഇതിപ്പോ ചേച്ചി തന്നതല്ലേ ഇങ്ങോട്ട്? അല്ലാതെ ഞാൻ തരാനുള്ള തന്നു. കഴിഞ്ഞ മാസം തന്നു, ഈ മാസം തന്നല്ലോ. പക്ഷെ 5000 രൂപ എനിക്ക് ഇങ്ങോട്ട് തരാം, അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്കിപ്പോ തന്നത് പൈസ? തന്നു, പക്ഷെ ഈ കഴിഞ്ഞ മാസം ഈ മാസം ഞാൻ തന്നില്ല. തന്നെന്നായല്ലോ, ഒരു സഹായം ചെയ്ത. ഒന്ന് പോയിക്കേ ചേച്ചി, അങ്ങനെ തരാനൊന്നും പറ്റില്ല. എനിക്കിപ്പോ ചിട്ടി വീഴുമ്പോ ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? ആൾക്കാർക്ക് കൊടുക്കാൻ അതിന് മുമ്പ് ഞാൻ എനിക്ക് കൊണ്ട് തരാം. ഇല്ല, കഴിഞ്ഞ മാസത്തെ പൈസ ഇപ്പഴാ എനിക്ക് തന്നത്. ചേച്ചി തരൂല. ഇല്ല അത് നടക്കൂല ചേച്ചി. പറയല്ലേ തങ്ക, ഒരു സഹായം. ഒരു സഹായവും ഇല്ല. എന്റെ കയ്യിൽ അല്ലാത്ത പൈസ ഉണ്ടെങ്കിൽ ഞാൻ സഹായിച്ചാൽ. ഇപ്പൊ എന്റെ പൈസ ഇല്ല. ഇത് ചിട്ടി പൈസയാണ്. ഈ ചിട്ടി പൈസ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം. ഇതില്ല. ഇത് എനിക്ക് അമ്മക്കാരക്കാർക്ക് കൊടുക്കേണ്ട പൈസ. ചേച്ചി പോ. സത്യമായിട്ട് നിർത്തില്ല. ഇല്ല. ഇങ്ങനെ ഒരു സാധനം അടുത്ത പ്രാവശ്യം ചിട്ടി വരുമ്പോളേ നീ വിളിച്ചാലും ചേച്ചി ചിട്ടിക്ക് ചേരുന്നു പറഞ്ഞു പട്ടി തരും. പുറകെ അങ്ങ് വന്നേരും, ഞാൻ വരുന്നുണ്ട്. ചിട്ടി ചേരണ്ട, എനിക്കെന്താ? എന്റെ കൊടുങ്ങവള പുണ്യാളാ, ഞാനൊരു 50 മെഴി, ഒരു 25 മെഴുതിരി ഞാൻ കത്തിച്ചേക്കാം. എന്തിന്? ഈ കർത്താവ് ഇത്രയും വലിയവനാണെന്ന് ഞാൻ പറഞ്ഞതിലായിട്ട് വന്നില്ലേ പൈസ? നിങ്ങൾ നമ്മൾ ഇതുവരെ വിഷമിച്ചിരുന്നില്ല. എനിക്കറിയാം നീ സങ്കടപ്പെട്ടിരുന്ന ആ സമയത്ത് തന്നെ കർത്താവേ ഈ പൈസയാ? അതിൽ നിന്നൊരു 13,000 രൂപ തന്നാൽ മതി. 13 മതി. അതിൻ്റെ കൂടെ അധികം ഇരുന്നോട്ടെ. ഇതിന്ന് 13,000 രൂപയോ? ക്ലീറ്റ വേറെ വല്ല പണിയും പോയി നോക്ക്. ഇത് എന്റെ പൈസ, ചിട്ടി പൈസയാണ്. ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് വേറെ ആവശ്യങ്ങളുള്ളതാ. ഇതിപ്പോ ആരെ പൈസയിലും ഇപ്പൊ നിന്റെ അല്ലേ ഇരിക്കണത്? എന്റെ ഭാര്യ നിന്റെ ഇരിക്കുന്ന പൈസ എനിക്ക് അവകാശപ്പെട്ട വേറെ ആവശ്യത്തിനുള്ളതാന്ന്. എന്റെ ആവശ്യത്തിനേക്കാളും വലുതാണ് നിനക്ക് വേറെ ആവശ്യം. അതെ അല്ലേ? അതെ. ഇങ്ങനെയൊന്നും ഈ പൈസ കണ്ടിട്ട് ക്ലീറ്റോ ഡൽഹിക്ക് പോവാന്ന് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ. അപ്പുകൂട്ട സാറിനോട് ചോദിക്കും. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കണേ. ഞാൻ പറയണ ഒന്ന് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലാവൂല. ക്ലീറ്റോ വേറെ വല്ല പണിയും പോയി നോക്ക്. ചെല്ലുപോ. ഈ പൈസ നിനക്ക് ഉതവാതെ പോവുകയാണ്. ഇത് വല്ല കള്ളന്മാരും കൊണ്ടുപോകും. തരണ്ടടി, നീ പുഴുങ്ങി തിന്ന്. കണ്ടാ തനി സ്വഭാവം കണ്ടതാണ്ടാ. സ്വന്തം ഭർത്താവിനൊരു ആവശ്യം വന്നപ്പോ അത് പൈസ എടുത്ത് തരാൻ വയ്യ. ഓരോ ഭാര്യമാരാണെങ്കിൽ അന്തസ്സായിട്ട് ചെലവാക്കി ഇത് കുടുംബത്തിൽ നല്ലതിന് വേണ്ടി, എനിക്കൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കരക്കാരുടെ പൈസയും കൊണ്ടല്ലേ ഭാവി. ഹലോ, എന്താ കണ്ടിട്ട് മിണ്ടാതെ പോണത്? എന്തു പറ്റി? എന്താ മുഖം വല്ലാതിരിക്കണ? ഒന്നുമില്ലല്ലോ മോളെ. നമ്മള് നന്നാവണമെന്ന് ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമല്ലല്ലോ മോളെ. അത് ആർക്കാണ് ക്ലീറ്റോ ചേട്ടൻ നന്നാവുന്നത് ഇഷ്ടമല്ലാത്തത്? ഒന്ന് അറിയണമല്ലോ. ആരായിരിക്കും? ആരാ? എൻ്റെ ഭാര്യയും നിന്റെ ഭർത്താവും, അല്ലാതെ വേറെ ആർക്കും. ഇതെന്താ ഇപ്പൊ പ്രശ്നം? ലില്ലി മോളെ, എനിക്ക് നല്ലൊരു അവസരം വന്നു പാർട്ടിയിൽ. DDT പാർട്ടിയിൽ നമ്മുടെ ഡൽഹിയിൽ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് PA ആയിട്ട് എനിക്കൊരു ജോലി എല്ലാം ഓക്കെ ആയിരിക്കുകയാണ്. അപ്പുക്കുട്ടൻ സാറിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്നെ വെച്ചത്. ഈ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ഡൽഹിയിലൊക്കെ പോകണമല്ലോ. ഡൽഹി പോണോ? ഡൽഹിയിലാണ്. പിന്നെ ഡൽഹിയിലായിരിക്കും മന്ത്രി. പിന്നെ ഡൽഹിയിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് മിനിസ്റ്റർ വരുമ്പോൾ കൂടെ വരണം, പോകണം. മിനിസ്റ്റർ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, അതെല്ലാം എഴുതി നമ്മൾ ചാർട്ട്, അതെല്ലാം പേഴ്സണൽ അസിസ്റ്റന്റ് ജോലിയാണ്. നല്ല ജോലിയാണ്. അപ്പോൾ ഇപ്പം അപ്പുക്കുട്ടൻ സാറ് പറഞ്ഞ് ക്ലീറ്റോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം, അതിന് ഒരു കയ്യിലൊരു കരുതലായിട്ട് ഒരു 12,000 രൂപ കരുതി വെക്കാൻ പറഞ്ഞു. അത് കൊള്ളാം. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്ര നാളും പ്രയത്നിച്ചിട്ട്
ഒരു കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് കയ്യിൽ പൈസ കരുതണം പാർട്ടി അല്ലേ ഇത് തരേണ്ടത്? എന്ത് മണ്ടത്തരം പറയല്ലേ. ഇങ്ങനെ ഒരു പോസ്റ്റ്, ഇങ്ങനെ ഒരു ഇത് ജോലി കിട്ടാനായിട്ട് ലക്ഷങ്ങൾ മുടക്കാൻ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പം പൈസ കൊടുത്തിട്ടാണ് ആളുകൾ ഇതൊക്കെ പിന്നെ അല്ലാതെ അപ്പുക്കുട്ട സാറ് എന്നോടുള്ളൊരു സ്നേഹം വെച്ചിട്ട് സാറ് പറഞ്ഞു, ക്ലീറ്റോ ഞാനെല്ലാം സംസാരിച്ച് സെറ്റാക്കിക്കോളാം, ഒരു 12 രൂപ അതൊന്നൊക്കെ പൈസ വട്ടച്ചെലവിന്, അല്ലാതെ സാറിന് വലിയ പൈസ ഒന്നുമില്ല, 12,000 രൂപയല്ലേ ഉള്ളൂ. അല്ലേ ഉള്ളൂ. ഒരു ഭർത്താവ് എന്ന നിലയിൽ അവൾക്ക് എന്നെ സഹായിക്കേണ്ട അവളുടെ ഉത്തരവാദിത്വമല്ലേ ആ 12,000 തന്ന് അല്ലേ? പക്ഷെ ചേച്ചി എവിടെ നിന്ന് തരാനാ? അവളുടെ കയ്യിലുണ്ട്. കയ്യിൽ പൈസ വെച്ചിട്ട് ചിട്ടിയുടെ പൈസ ഇപ്പം മറ്റേ സ്ത്രീ കൊണ്ടുവന്ന് കൊടുത്തു. എന്താ അവരുടെ പേര്? കൊണ്ടുവന്ന് കൊടുത്ത്. അപ്പം ആ പൈസ ഉണ്ട് ലില്ലി മോളെ, എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് തന്നൂടെ? അത് ചിട്ടി അവർക്ക് വീണവർക്ക് കൊടുക്കാനുള്ള പൈസയല്ലേ ക്ലീറ്റോ ചേട്ടാ? ഇതാണ് ഗൂഢാലോചന. ഓ, എൻ്റെ പെങ്ങളുടെ മഹത്വം പറയായിരുന്നു. നമുക്ക് എന്താ കുഴപ്പം? ഏട്ടാ ക്ലീറ്റോ ചേട്ടന് ഡൽഹിയിൽ ഒരു ജോലി ശരിയായി, മിനിസ്റ്ററിന്റെ PA ആയിട്ട്. അപ്പൊ അതിന് പോണേന്റെ ചെലവിനൊക്കെ ആയിട്ട് ഒരു 12,000 രൂപ വേണം. അത് ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചിയുടെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു. ഓ, ഞാൻ ചോദിക്കാൻ വേണ്ടിയിരുന്നു. അവൾക്ക് പിന്നെ ഒരുപാട് ആവശ്യങ്ങളാണ്. ആ പൈസ അങ്ങനെ വേണം, ചിട്ടി പൈസ അത് വെച്ചിട്ട് വേണം അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, കൊച്ചിൻ്റെ ഫീസിന് കൊടുക്കണം, മറ്റത് ചെയ്യണം, മറിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നീ മേടിച്ചോണ്ട് പോകുന്നല്ല, തിരിച്ചു കൊടുക്കൂലല്ലേ, അതുകൊണ്ടല്ലേ അവൾ അങ്ങനെ പറയണത്. ഡേയ്, നിന്റെ സഹോദരനെ നീ നിർത്ത്. ഞാൻ ഇപ്പം അവിടെ തന്നില്ലല്ലോ, അത് എൻ്റെ വിഷയം. അത് ഒപ്പിക്കാന്നുള്ള എൻ്റെ ഇത്. ഇനിയിപ്പോൾ ഒത്തില്ലെങ്കിൽ എനിക്ക് ജോലി വിധിച്ചിട്ടില്ല എന്ന് ഞാൻ സമാധാനിച്ചോളാം. എന്റെ ഉണ്ടായിരുന്ന സത്യമായിട്ട് ഞാൻ തന്നെ. അയ്യോ വേണ്ട ലിലി മോളെ, ഇനി അതിൻ്റെ ഇതും കൂടെ നീ പേരുഷം കേൾക്കണം. ഇതിന് എന്റെ ഉണ്ടെ കൊടുക്കേട്ടാ, ഒരു ജോലിക്കാര്യത്തിനല്ലേ. എൻ്റെ ലിലി മോളെ വേണ്ട. എൻ്റെ നാശം ആഗ്രഹിക്കണവരെ പൈസ മേടിച്ചോണ്ടല്ലേ ഞാൻ നശിച്ചു പോവേ ഉള്ളൂ. ഓ ചേച്ചി കയ്യിൽ പൈസ ഇല്ല, കൊടുത്തേ. ആണാ? നീയാണ് ഏൽപ്പിച്ച പൈസയാണോ അതോ ക്ലീറ്റ് ഏൽപ്പിച്ച പൈസയാണോ എന്റെ കയ്യിലിരിക്കുന്നത്? ഉടനെ തന്നെ പെങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയാനായിട്ട്. ചിട്ടി പൈസ കൊണ്ട് തന്നത് ഞാൻ അങ്ങോട്ട് ഇനി ഡൽഹിക്ക് പറക്കാൻ വേണ്ടി പൈസ കൊടുക്കാം. ജോലിക്ക് വേണ്ടിട്ടല്ലേ ചേച്ചി? പിന്നെ എന്തോരം പൈസ പാഴി കളയുന്നുണ്ട്, ഇത് അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. പൈസ എനിക്ക് വേണ്ടടി, തരുന്നില്ല. ആ പൈസ നീ നോക്കിക്കോ, അത് വല്ല കള്ളന്മാരും കൊണ്ടുപോയുള്ളൂ. പൈസ ഞാനാ പറയണേ. ഈ അലക്കി തേച്ച ഉടുപ്പ് ഇട്ട് വടി പോലെ ഇങ്ങനെ പോകുന്നത് എത്ര നാളായി ക്ലീറ്റോ? എന്തെങ്കിലും ഒരു ഉപകാരം കുടുംബത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ആ പൈസ എടുത്ത് പാർട്ടിയിൽ പറക്കാൻ വേണ്ടിട്ട് പോവല്ല പണിക്ക്. നോക്കിക്കോ, കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരാണ് ഞാനെന്ന് ജനങ്ങൾ പറഞ്ഞ് നിങ്ങളെല്ലാം അറിയും. അമ്മേനെ എന്റെ വില മനസ്സിലാക്കും നിങ്ങളെല്ലാം, കേട്ടാ? ഭീഷ്മർ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോ എന്തോ? എനിക്ക് നിന്റെ ചോരം വേണ്ട, തേങ്ങ വേണ്ട. ഉരുട്ടി നിങ്ങൾ രണ്ടുകൂടെ അങ്ങളെ പെങ്ങളെ കൂടെ അങ്ങോട്ട് തിന്നാ മതി. നിന്റെ മച്ചമ്പിക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. എന്ത് സംഭവം? അതൊക്കെ ഉണ്ട്. മച്ചമ്പ എടുത്ത് ചോദിച്ച് മനസ്സിലാക്കും. ശരി, ഞാൻ മുരളിയൊന്നും തപ്പട്ടല്ലേ. പിന്നെ കാണാൻ ഇനി കൃഷി ഓഫീസിലൊന്ന് പോകണം. എന്ത് എടാ, സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മളതിൽ പൈസ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. എൻ്റെ പൈസ ഉണ്ടെങ്കിൽ നിന്റെ പിന്നാലെ ആൾ കാണും, എൻ്റെ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ആൾ കാണും. നമ്മളെ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പൈസ ഉള്ളവരുടെ പിന്നാലെ പോകേണ്ടി വരും. പൈസ ഇല്ലെങ്കിൽ കണ്ടെത്തണം, അല്ലെ കടം മേടിക്കണം. അങ്ങനല്ലേ ചെയ്യുന്നേ? ഉള്ളവരോട് ചോദിച്ചാൽ തരണ്ടേ? കയ്യിൽ പൈസ വെച്ചിട്ട് ഓരോരുത്തർ തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എന്നാലും അച്ഛൻ ചോദിച്ചാൽ തരാത്ത ആരാ? തരാത്ത വേറെ ആരാ? നമ്മളെ വീട്ടിലുള്ളവരൊക്കെ തന്നെ. അല്ല മച്ചമ്പി, അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമല്ലോ. ഇല്ലി പെണ്ണ അല്ലടേ, അവളേലുണ്ടെങ്കിൽ അവള് തരുമല്ലോ. പിന്നെ നിന്റെ തങ്കം ചേട്ടത്തി തന്നെ. എടാ, എനിക്ക് ഇപ്പം നമ്മുടെ അപ്പുക്കുട്ട സാറ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് ഇപ്പം ഡൽഹിയിൽ ഒരു അടിയന്തര മീറ്റിങ്ങിന് പോകണം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുക്കാൻ മീറ്റിംഗാണ്. അപ്പം അവിടെ തിരഞ്ഞെടുക്കുന്ന ഒരു മന്ത്രിയുടെ PA എന്നെ ആക്കാന്ന് പറഞ്ഞു. ആ, അപ്പം അതിന് പോകുമ്പം കയ്യിൽ വട്ടച്ചെലവിന് ഒരു ഇച്ചിരി പൈസ കരുതിക്കൊള്ളേന്ന്. ഒരു 12,000 രൂപ. അപ്പം ഞാനത് തങ്കത്തിനോട് എങ്ങനെയെങ്കിലും ഒന്ന് മറിച്ചുക എന്ന് പറഞ്ഞപ്പോൾ അവളെ മറ്റേ ചിട്ടി പൈസ അവിടെ കിട്ടി. അവളുടെ കയ്യിൽ കിട്ടിയ 15 രൂപ മറ്റേ പെണ്ണുമ്പിള്ള ഒന്ന് കൊടുത്താൽ എന്താ, എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ ആ പൈസയിൽ നിന്ന് ഞാൻ ഒരു 12,000, 1,000, 13 രൂപ ഞാൻ ചോദിച്ചു കടമായിട്ട്. അല്ലാതെ എടാ, ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ 3 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കൂല. ഞാനൊരു മിനിസ്റ്റർ PA ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ പൈസയല്ലേ. അല്ല, ഇത് നമുക്ക് ഉണ്ടാവുന്ന ഗുണം എന്താന്ന് പറഞ്ഞിരുന്ന ഒരു പക്ഷേ മച്ചമ്മ തങ്കഞ്ചേട്ടത്തി എല്ലാം പറഞ്ഞു കൊടുത്തടാ. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. പോത്ത് തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ തന്നേനെ, പക്ഷെ കയ്യിൽ അതെ, അറ്റ കൈക്ക് റൊണാൾഡോ നീ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. മച്ചമ്പി എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ കയ്യിൽ വേണ്ട, പിന്നെ നീ വിചാരിച്ചാ എനിക്ക് പൈസ ഒപ്പിച്ചു തരാൻ പറ്റും. ഞാൻ എങ്ങനെ വിചാരിച്ചിട്ട്?
ക്ലീറ്റോ ക്ലീറ്റോ അകത്ത് ആരോ കയറിയിട്ടുണ്ട്. ക്ലീറ്റോ ക്ലീറ്റോ ഒന്ന് വന്നേ. ക്ലീറ്റോ 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 കനക 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 ആ ക്ലീറ്റോ എടാ ഒന്ന് വന്നേ. എന്താ എന്താ ചേച്ചി? പൈസ കിട്ടിയാ? വേഷ കിട്ടിയാലേ ഒന്നും നടന്നില്ല. നിങ്ങളുടെ പെണ്ണുമ്പോളേക്ക് ഉറക്കൊന്നുമില്ല രാത്രി. ഓടിച്ചെല്ലല്ല സംശയത്തോട് പോ. എന്തോ ഒരു ഒച്ച കേട്ട് ഒച്ച കേട്ട് ഞാൻ ക്ലീറ്റോനെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. ഞാൻ ഇറങ്ങി വരുമ്പോ ഈ വാതിൽ തുറന്നു എന്തോ ഓർന്ന പോലെ ഒരു ഒച്ച കേട്ട് ഞാൻ. ഈ കള്ളനാ. കള്ളനാ? ആ എങ്ങോട്ട് പോയി? എനിക്ക് അറിഞ്ഞൂടെ. വാതിൽ തുറന്നെടുക്കുന്ന ഓടണ്ടായിരിക്കും. ഒച്ച കേട്ട് രണ്ട് ആണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ കള്ളം കയറാൻ നിങ്ങളെയൊക്കെ എന്തോരം വിളിച്ച് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. തട്ടി വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. ചേച്ചി ആ 15,000 രൂപ ഇവിടെ ഇരിക്കുന്ന അറിഞ്ഞിട്ട് കയറിയതാണോ? ക്ലീറ്റോ ചേട്ടന് കരുനാക്കാണ്. എത്ര പ്രാവശ്യം പറഞ്ഞ് കള്ളം കയറുന്നു. ഉണ്ടാന്ന് പോയി നോക്കിക്കാ പൈസ. അത് പോയിട്ടില്ല. എടി പോയി നോക്കാതെ എങ്ങനെ അറിയും? അത് പോകൂലെന്ന്. വെച്ച സ്ഥലത്ത് പോയി നോക്കടി പെണ്ണേ. എടാ അത് ഞങ്ങൾ രണ്ടുപേരും കിടക്കയുടെ അടിയിലല്ലേ വെച്ചേക്കുന്നത്. അതെങ്ങനെ പോവാനാ? എന്റെ പൊന്നു ആ ഒരു ബുദ്ധി കാണിച്ചല്ലോ. ഭാഗ്യം. എന്നാലും ദൈവമേ എന്തായാലും കലക്കി ഇല്ലായിരുന്നേ പോയേനെ. അല്ല പൈസേ അല്ല ആരടാ കയറിയത്? അകത്ത് കേറിയവന്റെ കാല് രണ്ട് ഒടിഞ്ഞ് തൂങ്ങി ഇതിൽ കൂടി നിരങ്ങി നടക്കണം. ശരിയാണ്. എന്റെ കർത്താവോട് മെഴുതിരി കത്തിച്ചേക്കാം. നമ്മളിപ്പോ ഒന്നും പോയില്ലല്ലോ തങ്കം, പിന്നെ എന്തിനിങ്ങനെ പ്രാവണത്?